السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبع الهدى إلى يوم الدين. ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അള്ളാഹുവെ അനുഗ്രഹിക്കണം. 20 കൊല്ലത്തേക്ക് എത്ര ആളുകൾ മസ്ജിദിൽ വരുമോ അതനുസരിച്ച് മസ്ജിദുകൾ വലുതാക്കും. എത്രയും ആളുകൾ മസ്ജിദിൽ എത്തണം എന്നാണ് എല്ലാ സത്യവിശ്വാസികളുടെയും ആഗ്രഹം. ബാങ്ക് വിളിക്കുന്നു ഹയ്യാല സ്വലാ ഇങ്ങോട്ട് വരിൻ, ഹയ്യാലൽ ഫലാ ഇങ്ങോട്ട് വരിൻ എന്ന്. അതുകൊണ്ട് തന്നെ മസ്ജിദിലേക്ക് വരുന്നതിന് തടസ്സമാകുന്ന എല്ലാ കാര്യങ്ങളും ഇസ്ലാം ഒഴിവാക്കാൻ പറഞ്ഞു. ഉള്ളി തിന്നവൻ മസ്ജിദിൽ വരരുത് എന്ന് പറഞ്ഞു. അതിന്റെ മണം ആളുകൾക്ക് പിടിക്കൂല. ഉറങ്ങുന്നവരെ ഉണർത്താതെ ഉണർന്നിരിക്കുന്നവരെ കേൾപ്പിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയാൻ. അമിതമായി നീണ്ടുപോകുന്ന പാരായണത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. തുരീദു അൻ തകൂന ഫത്താനൻ, നീ കുഴപ്പക്കാരനാകാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന്. പക്ഷേ നമ്മുടെ നാട്ടിലെ കുലിയായുൽ കാഫിറൂൻ അല്ല. പിന്നെയോ 100 ആയത്തുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ളുഹറിന് അസറിന് വരെ ഓതും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് തിരക്ക് പിടിച്ച മസ്ജിദായി മാറി. പിന്നീട് യുദ്ധങ്ങളിൽ മുറിവേറ്റവരെ ചികിത്സിക്കുന്ന ആശുപത്രിയായി. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ചികിത്സാ കേന്ദ്രമായി വന്നപ്പോ ടെന്റിൽ നിന്ന് ചോരങ്ങനെ ഒലിച്ച് അടുത്ത ടെന്റിലേക്ക് വന്നു. അല്ലാഹു അക്ബർ. റുഫൈദ അൽ അസ്ലമിയ പോലെയുള്ള സ്ത്രീകളാണ് അവിടെ നഴ്സുമാരായി വർക്ക് ചെയ്തത് മസ്ജിദിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ. തിരക്ക് പിടിച്ച മസ്ജിദിൽ നിസ്കരിക്കാനും ഓതാനും വായിക്കാനും പഠിക്കാനും ആവശ്യത്തിന് ഉറങ്ങാനും എല്ലാം ആ മസ്ജിദ് ഉപയോഗിച്ചു. ദൗത്യ സംഘങ്ങൾ പലതും വന്നു. അവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടപെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയാണ്, ബുഖാരി 707 ഹദീസിൽ, ഞാൻ നീട്ടി നിസ്കരിക്കാൻ ഉദ്ദേശിച്ചു. നിസ്കരിക്കാൻ നോക്കുമ്പോ കുട്ടിന്റെ കരച്ചില്. ആ കുട്ടിന്റെ ഉമ്മാക്ക് വിഷമുണ്ടാകരുത് എന്ന് വിചാരിച്ചു. ഞാൻ നിസ്കാരം ചുരുക്കി. നമ്മുടെ മസ്ജിദിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറണം. വെറുപ്പുള്ള ആള് ഇമാമത്ത് നിൽക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. അപ്പൊ അതുകൊണ്ട് വളരെ നല്ല നിലക്ക് ആണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. എല്ലാ മസ്ജിദുകളുടെയും ഭാരവാഹികളും സദസ്യരും നിസ്കരിക്കാൻ വരുന്നവരും എല്ലാം അപാകതകൾ കണ്ടാൽ ചൂടാകാൻ ശ്രമിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കി നിർത്തി. ആ മൂത്രമൊഴിച്ച അറാബി ഗ്രാമീണൻ അവിടെ മൂത്രമൊഴിച്ചാൽ ഒന്നും കാര്യമായി സംഭവിക്കാൻ പോകുന്നില്ല. കാരണം മൊസൈക്കും ഷാബാദും കടപ്പയും കാർപ്പറ്റും ഒന്നുമില്ല, വെറും മണല, മേൽക്കൂരയും ഇല്ല. അപ്പൊ ഏതായിരുന്നാലും സഹാബിമാരോട് പറഞ്ഞു, നിങ്ങൾ നിക്കി. അദ്ദേഹം ശരിക്കും മൂത്രമൊഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയുന്നതിന് മുമ്പ് സഹാബിമാരോട് പറഞ്ഞു, അവിടെ വെള്ളം കൊണ്ടുപോയി ഒഴിക്കും. ഇയാളോടല്ല, സഹാബിമാരോട്. എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, സഹോദര, ഇത് മസ്ജിദാണ്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാനും ഖുർആൻ പാരായണം നടത്താനും ഒക്കെ ഉള്ളതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അൽഹംദുലില്ലാഹ്. അപ്പോ നമ്മുടെ ചില മസ്ജിദുകളിൽ അഭിപ്രായങ്ങൾ, അവിടുത്തെ ഇമാമുകൾ അഭിപ്രായം പറയും, ഒരൊച്ചയും വിളിയൊന്നും കേൾക്കാനില്ലെങ്കിൽ, കുട്ടികളുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലെങ്കിൽ അവിടെ എന്തോ തകരാറുണ്ട് അവിടുത്തെ ആൾക്കാർക്ക് എന്നാണ് അർത്ഥം എന്ന്. എന്നാൽ കുട്ടികളുടെ ശല്യം, മുതിർന്നവരുടെ ശല്യം, ആരുടെ ശല്യമാണെങ്കിലും അടക്കി നിർത്തേണ്ടത് അത്യാവശ്യമാണ്. ബഹളമുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിശാചാണ് ഇത് ഉണ്ടാക്കിയത് എന്ന്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഇവിടുത്തുകാരാണ്, ഞങ്ങൾ ഇന്ന സ്ഥലത്ത്, നിങ്ങളെങ്ങാനും ഇവിടുത്തുകാരാണെങ്കിൽ
അടി നല്ലോണം കിട്ടുമായിരുന്നു എന്ന്. കുട്ടികളെ കൊണ്ടുവരുന്ന മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികൾ കരയുന്ന കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ ഉമ്മമാര് തന്നെ കൈകാര്യം ചെയ്യണം. ബാപ്പമാർക്ക് അത്രമാത്രം ക്ഷമ ഉണ്ടാകണമെന്നില്ല. ഉമ്മമാർക്ക് കുട്ടികളുടെ കരച്ചിലൊക്കെ സാധാരണമാണ്, പ്രയാസം ഉണ്ടാക്കൂല. അതിനാൽ കുട്ടികളുടെ ഉമ്മമാർ എല്ലാം കൈകാര്യം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയ്ക്ക് ബ്ലീഡിങ് ഉണ്ടായി. അപ്പോ അടിയിലൊരു പാത്രം വെച്ചു. ഇഅ്തികാഫ് തുടർന്നു. കാരണം അത് ഇഅ്തികാഫിനെ മുറിക്കുന്നതല്ല, മെൻസസാണ് ഇഅ്തികാഫിനെ മുറിക്കുന്നത്. ഈ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് എപ്പോഴും സജീവമാണ്. അതിനാൽ നമ്മുടെ മസ്ജിദുകളിൽ, എല്ലാ മസ്ജിദുകളിലും നല്ലോണം ആൾക്കാർ വരണം. അതിന് ഒരു തുറന്ന സമീപനം, നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാകണം. നമുക്ക് നല്ല വാശി വേണം. എന്തില്? ദഅവത്തില്. ദഅവത്ത് ചെയ്യുന്ന മക്കളെ, ദഅവത്ത് ചെയ്യുന്ന ആളുകളെ നമ്മൾ അഭിനന്ദിക്കണം. ഒരു ദഅവത്തും ചെയ്യാതെ നിസ്കരിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, നോമ്പ് നോൽക്കുന്നു, കുടുംബജീവിതം നയിക്കുന്നു, കച്ചവടം, കൃഷി, ഏർപ്പാടുകളും ജോലിയൊക്കെ നടക്കുന്നു എന്ന ആൾക്കാർ ധാരാളമുണ്ട്. ലായസ്തവിൽ ഖാഇദൂന, വെറുതെ ഇരിക്കുന്നവർ സമമാവുകയില്ല. മുജാഹിദൂൻ, ജിഹാദ് ചെയ്യുന്നവരും വെറുതെ ഇരിക്കുന്നവരും സമമാവുകയില്ല. നന്മക്ക് കൂലിയുണ്ട്. കുല്ലം വഅദല്ലാഹുൽ ഹുസ്ന ഫളല്ലാഹുൽ മുജാഹിദീന അലൽ ഖാഇദീന. അള്ളാഹു വെറുതെ ഇരിക്കുന്നവരെക്കാളേറെ ജിഹാദ് ചെയ്യുന്നവർക്ക് കൂടുതൽ ശ്രേഷ്ഠത നൽകും. അതുകൊണ്ട് നമ്മുടെ മക്കളും ഭാര്യ ഭർത്താക്കന്മാരും കൂട്ടുകുടുംബാദികളും ഒക്കെ ദഅവത്തിന്റെ രംഗത്ത് വളരെ സജീവമാകണം. അവരെയൊക്കെ രംഗത്തിറക്കണം, അവർക്കതിന് പ്രോത്സാഹനം നൽകണം. അപ്പോ ഒരുപാട് മാറ്റങ്ങൾ ദുനിയാവിൽ നടക്കും, ചുറ്റുപാടും എല്ലാം. അതിനാൽ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും ചര്യകളിൽ കാണാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയെ കോരിയെടുത്ത് നിസ്കരിക്കാൻ നിൽക്കുന്നത്, മിമ്പർ വന്ന് ഇറങ്ങിയിട്ട് കുട്ടിയെ വാരിയെടുത്തത്, ഒരുപാട് രംഗങ്ങൾ. എന്നാൽ അതോടൊപ്പം ഒരു അച്ചടക്ക ലംഘനവും നമ്മുടെ മസ്ജിദുകളിൽ ഉണ്ടാകരുത്. ശാന്തമായിരിക്കണം. കാരണം നിസ്കരിക്കാൻ വരുന്ന ഒരു സമാധാനം കിട്ടാനാണ്. ആ സമാധാനം നമ്മൾ സമൂഹത്തിൽ ഒരൊറ്റ കുട്ടിയും തകർക്കരുത്. സന്തോഷമായിട്ട് നിസ്കരിക്കാൻ സാധിക്കണം. കുഞ്ഞുങ്ങളെ വളരെ കൂടുതൽ ലാളിക്കുന്നവരും കുഞ്ഞുങ്ങളെ തീരെ ഇഷ്ടപ്പെടാത്തവരും ഇടത്തരം രീതിയിൽ പെരുമാറുന്നവരും ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഏതായിരുന്നാലും ഇസ്ലാം എന്താണോ പറഞ്ഞത് അതിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. അതിനാൽ മക്കളെ സ്നേഹിച്ച്, പേരമക്കളെ സ്നേഹിച്ച്, മുതിർന്നവരെ മാനിച്ച്, ഇളയവരെ ലാളിച്ച് കഴിയണം. മുതിർന്നവരെ എടാ പോടാ എന്ന് വിളിക്കുന്നവരൊക്കെ ഉണ്ടാകും. അതൊക്കെ പിശാചിന്റെ സംസാരങ്ങളാണ്. അള്ളാഹു നമ്മളോട് പ്രത്യേകം പറഞ്ഞു, ഇബാദി, എന്റെ അടിമകളോട് പറഞ്ഞേക്കണം, യഖൂലുല്ലത്തി ഹിയ അഹ്സൻ, അവർ ഏറ്റവും നല്ലത് സംസാരിക്കട്ടെ. ഇന്ന ശൈത്വാന യൻസഉ ബൈനഹും, പിശാചാണ് അവർക്കിടയിൽ കളിക്കുന്നത് എന്ന്. അതുകൊണ്ട് മൂപ്പളമ പാലിച്ചുകൊണ്ട് മുതിർന്നവരെ ബഹുമാനിച്ച് ഇളയവരെ ലാളിച്ച് നമ്മൾ നീങ്ങണം. അപ്പൊ മസ്ജിദുകളും വീടുകളും ഒക്കെ വിരുന്നുകാരെ കൊണ്ട് മുഖരിതമാകും, സന്തോഷഭരിതമാകും. അള്ളാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ. ഇരുലോകത്തും പടച്ചവനെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുമാറാകണേ. കൂടുതൽ അമലുകളും ഇബാദത്തുകളും ചെയ്ത് സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുവാൻ അള്ളാഹുവെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ പ്രവൃത്തിയും സ്വഭാവവും കാരണം ഞങ്ങളുടെ അരികിലേക്ക്, മസ്ജിദുകളിലേക്ക്, വീടുകളിലേക്ക് നീ ജനങ്ങളെ ആകർഷിക്കണേ. അള്ളാഹുവെ, പോരായ്മകളും തെറ്റുകുറ്റങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ. രോഗികളായി ഈ സദസ്സിലും വീടുകളിലും ഉള്ളവർക്ക് അള്ളാഹുവെ ശിഫ നൽകണേ. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വനഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വനഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വനഊദു ബിക മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.